വിശുദ്ധ വചനം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 1 മുതൽ അവസാനം വരെ. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശാവലി. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മദായി, യാവൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമേരിന്റെ പുത്രന്മാർ അസ്കനാസ്, രീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, തർസീസ്, കിത്തീം, ദാദാനീം. ഇവർ ജാതികളുടെ ദ്വീപുകൾ അതാത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലമായും പിരിഞ്ഞു. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രൈം, പൂത്ത്, കനാൻ. കൂഷിന്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സപ്തേക. രമയുടെ പുത്രന്മാർ ശേബയും ദദാനും. കൂശിന് നിമ്രോദ് ജനിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ എന്നിവ ആയിരുന്നു. ആ ദേശത്തു നിന്നും അശൂർ പുറപ്പെട്ടു. നിനവേ, രഹോബാത്ത് പട്ടണം, കാലഹ്. നിനവേക്ക് കാലഹിനും മധ്യേ മഹാനഗരമായ രേശൻ എന്നിവ പണിതു. മിസ്രയീമിന് ലൂദിയും, അനാമിയും, ലഹാബിയും, നഫ്തുഹീം, പത്രുസീം, കസ്ലുഹീം. ഇവനിൽ നിന്നും ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവർ ജനിച്ചു. കനാന് തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യബൂസ്യർ, അമോര്യർ, ഗർഗഷ്യൻ, ഹിവ്യൻ, അർക്യൻ, സീനിയൻ, അർവാദൻ, സെമാര്യൻ, ഹമാത്യൻ എന്നിവർ ജനിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ വളർന്നു. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസ വരെയും, സോമോദും ഗോമോരയും അത്മായും സെബോയും വഴിയായി നാശ വരെയും ആയിരുന്നു. ഇവർ അതാത് ദേശത്തിൽ ജാതിയായും കുലമായും ഭാഷയായും. ഹാമിന്റെ പുത്രന്മാർ ഏബേറിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവ് യാഫേത്തിന്റെ ജ്യേഷ്ഠനുമായ ശേമിനും പുത്രന്മാർ ജനിച്ചു. ശേമിന്റെ പുത്രന്മാർ ഏലോം, അശൂർ, അപ്പക്ഷാത്ത്, ലൂത്ത്, അരാം. അരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേതർ, മസ്. അർപ്പക്ഷാദിന് ശാലഹ് ജനിച്ചു. ശാലഹിന് ഏബേർ ജനിച്ചു. ഏബേറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഹ് എന്ന് പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത്. അവൻ്റെ സഹോദരന് യോക്താൻ എന്ന് പേർ. യോക്താന് അൽമോദാത്ത്, ഷാഫേഹ്, ഹസർമാത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഒബാൽ, അബീമയേൽ, ശേബ, ഓഫിർ, ഹവീല, യോബാബ് എന്നിവർ ജനിച്ചു. ഇവർ എല്ലാവരും യോക്താന്റെ പുത്രന്മാരായിരുന്നു. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സേഫാർ വരെയായിരുന്നു. ഇവർ അതാത് ദേശത്തിൽ ജാതിയായും കുലമായും ഭാഷയായും ശേമിന്റെ പുത്രന്മാർ. ഇവർ തന്നെ ജാതിയായും കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത്. ഇവിടെ വേദഭാവം വായിച്ച് അവസാനിക്കുന്നു.